ഹാത്തിം അസമ്മർ റളിയല്ലാഹു അൻഹു വളരെ മഹാനായ ഒരു പണ്ഡിതനായിരുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ഭക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രയിലെ ഒരു ദിവസം അദ്ദേഹം റയ്യ് എന്ന പട്ടണത്തിൽ എത്തുകയാണ്. അവിടെ ചെന്നപ്പോൾ ആ നാട്ടിലെ ഇമാം രോഗശയ്യയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സമയത്ത് ഹാത്തിം അസമ്മർ റളിയല്ലാഹു അൻഹു ഈ ഇമാമിനെ സന്ദർശിക്കാൻ ചെന്നു. ഇമാമിന്റെ ആഡംബര ജീവിതവും വലിയ വീടും കണ്ട് ഹാത്തിം അസമ്മർ റളിയല്ലാഹു അൻഹു നിരാശനായി. ഇമാം ഇരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഹാത്തിം അസമ്മർ റളിയല്ലാഹു അൻഹു അനുസരിച്ചില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഹാത്തിം അസമ്മർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഇമാം പറഞ്ഞു. ശരി, ആരിൽ നിന്നാണ് താങ്കൾ അറിവ് നേടിയത്? പ്രഗത്ഭരായ താബിഈങ്ങളിൽ നിന്ന്. അവർ ആരിൽ നിന്ന് അറിവ് നേടി? സ്വഹാബിമാരിൽ നിന്ന്. അവരോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ നിന്ന് അറിവ് നേടി? അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ജിബ്രീൽ എത്തിച്ചു കൊടുത്തു. ശരി, എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഇതാണ്. താങ്കളുടെ അറിവ് താങ്കൾക്ക് താബിഈങ്ങളിൽ നിന്നും, അവർക്ക് സ്വഹാബിമാരിൽ നിന്നും, അവർക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്നും ലഭിച്ചതാണല്ലോ. വലിയ വീടുകളും അതിൽ ആഡംബര ജീവിതവും ഉള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ഉയർന്ന പദവി കൈവരുമെന്ന് ആ വിജ്ഞാനത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഒന്നുകൂടി ചോദിക്കട്ടെ, ഭൗതിക സുഖങ്ങളിൽ മുഴുകാതെ പരലോകത്തേക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കുകയും ഫക്കീറന്മാരെയും മിസ്കീന്മാരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ഉന്നത പദവി ലഭിക്കുമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞപ്പോഴേക്ക് ഹാത്തിം അസമ്മർ റളിയല്ലാഹു അൻഹുയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇമാമിന്റെ മുഖത്ത് വളരെ ദേഷ്യത്തോടുകൂടെ അദ്ദേഹം നോക്കി. തുടർന്ന് പറഞ്ഞു, അല്ലയോ ഇമാം, ആരുടെ ജീവിതത്തിലാണ് താങ്കൾ മാതൃക കാണുന്നത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയോ സ്വഹാബികളുടെയോ താബിഈകളുടെയോ ജീവിതത്തിലാണോ? അതോ ഫിർഔന്റെയും ഖാറൂന്റെയും ഹാമാന്റെയും ജീവിതത്തിലാണോ? പിന്നീട് അദ്ദേഹം കൈകൾ ഉയർത്തി പറഞ്ഞു, നിങ്ങളുടെ ഈ ജീവിത രീതി പാവപ്പെട്ടവരും വിജ്ഞാനം കുറഞ്ഞവരുമായ സാധാരണ ജനങ്ങളിൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കുക എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പണ്ഡിതന്മാർക്ക് ഇങ്ങനെയൊക്കെ ആവാമെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ എന്തും ആകാമല്ലോ എന്നല്ലേ അവർ ചിന്തിക്കുക?